പരമസത്യത്തെ അറിയാൻ ആരെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചാൽ അവരുടെ മുമ്പിൽ ഈശ്വരൻ ഗുരുവായി പ്രത്യക്ഷപ്പെടും. ഈശ്വര കൃപ മർത്യരൂപം പോണ്ടതാണ് ഗുരു എന്ന് പറയും. അതായത് വെള്ളം ഐസായി വന്നതുപോലെ ഒരു കുരുവിയുണ്ട്, ഇക്കരെ ഇരിക്കുകയെന്ന് പറക്കാൻ ചിറകറ്റിരിക്കുക. മറ്റു കുരുവികളെല്ലാം പറന്നുപോയി. ഈ കുരുവി ചിറകറ്റുക, പറക്കാൻ പറ്റുന്നില്ല. നദി കടക്കുകയും വേണം, പക്ഷെ പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒഴുക്കിൽ ഐസ് പെട്ട് വന്നു. അപ്പോൾ ഇത് ചാടി അതിൽ ഇരുന്ന് അങ്ങനെ ഐസ് വഴി അക്കരെ എത്തി. കുരുവി അക്കരെ ഇറങ്ങി. ഐസും നദിയും രണ്ടും വെള്ളം തന്നെയാണ്. അതുപോലെ ഈ നിർഗുണമായ ഈശ്വരൻ തന്നെ സഗുണമായി വന്ന് അക്കരെ കടത്തുകയാണ് നമ്മൾ. ആ ഒരു രൂപത്തിലാണ് സദ്ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ബ്രഹ്മത്തിൻ്റെ ഒരു രൂപമായിട്ട് തന്നെ കാണുന്നു. ബിസ്ക്കറ്റ് കൊമ്പ് പോലെ ഉണ്ടാക്കും, അതിനകത്ത് ഐസ്ക്രീം ഓമറവും മധുരമാണെന്നുള്ളത്. അതാണ് കൃഷ്ണയൊക്കെ അതിരം മധുരം വദനം മധുരം ഹസ്തം മധുരം മധുരാധിപേരാഗ്രഹം മധുരം വേണൂർ മധുര രേണൂർ മധുര എന്നൊക്കെ നമ്മൾ പാടുന്നത്. എല്ലാം ബ്രഹ്മമാണ്. എങ്കിലും ആ ഒരു ഭാവത്തിൽ നമ്മൾ എത്താത്തത് കൊണ്ട് നമ്മുടെ കാഴ്ച ഒരു സമുദ്രത്തെ മീൻ അളക്കാൻ ശ്രമിക്കുന്ന പോലാണ്. നമുക്കെപ്പോഴും പരിധിയുണ്ട് നമ്മുടെ ആ കാഴ്ചയ്ക്ക്, അറിവിന്. അതുകൊണ്ട് ശരണാഗതിയോടുകൂടി സമർപ്പണത്തോടെ നിൽക്കുക. കാരണം ഒരു തെബിരം പിടിച്ചാക്ക് മേശപ്പുറത്ത് കിടന്നു കൊടുത്താലേ കിടന്നു കൊടുത്താലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമർപ്പണം നമുക്കുണ്ടാകണം. അപ്പോഴാ കൃപ ജ്ഞാന കണ്ണ് തെളിയിക്കും. ഈശ്വരന് അനന്തമായ സൂര്യപ്രകാശം പോലാണ്. പക്ഷേ അതിനൊന്നും വീട്ടിലെ അടുക്കള വിളക്കത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു മെഴുകുതിരിയാണ്, ഒരു തീപ്പെട്ടി പോലെ ആണ് ഗുരുവിൻ്റെ സാമീപ്യം. നമുക്ക് പ്രായോഗതലത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാനും പ്രായത്തിൽ കൊണ്ടുവരാനും ഒരു ഗുരുവിൻ്റെ സാമീപ്യം അതുപോലെയാണ്. കാറ്റട എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒരു ഫാൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു വൃക്ഷത്തോട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് ഗുരുവിൻ്റെ സാമീപ്യം എന്ന് പറയുന്നത്. എത്ര വലിയ തപസ്യായാലും ശരി, പണ്ഡിതനായാലും ശരി, പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ പൂർണ്ണമായ ഒരു ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. എത്ര നല്ല ഇന്ധനമായാലും ആണെങ്കിലും അതിനെ തീ പിടിക്കണമെങ്കിൽ തീപ്പൊരിയുടെ ആവശ്യമുണ്ട്. ഒരു സാധകന് സ്വന്തം ന്യൂനത തിരിച്ചറിയാനാവില്ല. അഥവാ തിരിച്ചറിഞ്ഞാലും തിരുത്താൻ പ്രയാസമാണ്. എന്നാൽ ഗുരുവിന് ശിഷ്യന് ശക്തിയും അറിയാം, പോരായ്മകളും അറിയാം. ആ പോരായ്മകളെ എങ്ങനെ പരിഹരിക്കണമെന്നും അറിയാം. ആവശ്യങ്ങളത് പരിഹരിക്കാനുള്ള സാഹചര്യവും ഗുരു തന്നെ ഒരുക്കും. നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ വേസ്റ്റായി പോകുന്ന ശരീരത്തെ കൊണ്ട് എങ്ങനെ പ്രായോഗിക തലത്തിൽ സമൂഹത്തിനും നമുക്കും പ്രായോഗികമാക്കാമെന്നുള്ള ചെറിയ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മുടെ അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, ശരിയാണ്. ഇനി വേസ്റ്റ് ആക്കാതിരിക്കുന്ന മാനേജ്മെൻറ്റാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. വേസ്റ്റ് ആക്കാതിരിക്കണമല്ലോ. അപ്പോൾ വേസ്റ്റ് ആക്കാതിരിക്കുന്നതും ശരിയായ വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ് സദ്ഗുരുക്കന്മാർ ചെയ്തിരിക്കുന്നത്. ഈ ശരീരത്തെ പുഴുവെടുത്ത് പോകുന്ന ശരീരം, അല്ലെ ഒരു പിടി ചാരമായി പോകുന്ന ശരീരം, ഈ അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തെ എങ്ങനെ രത്നം, ഒരിക്കലും നശിക്കാത്ത രത്നമാക്കി മാറ്റാം ആത്മീയത കൂടി എന്നുള്ളതാണ് ഗുരുക്കന്മാർ ചെയ്തിരിക്കുന്നത്, സദ്ഗുരുക്കന്മാർ.